ഇതേ അവസാനമായിട്ട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ കുറച്ച് കാശ് തരണം. നീ ഇത്രയും കാലം ചോദിച്ചിട്ടും ഒന്നും തന്നില്ലെന്ന് വേണ്ട. 2 രൂപയുണ്ട്, എന്ത് ബിസിനസ് വേണമെങ്കിൽ ചെയ്തു. അച്ഛനെന്താ എന്നെ കളിയാക്കാണോ? നീ എന്താ എന്നെ വിരട്ടിയാണോ? നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും ഇരിപ്പില്ല. അമ്മ ഇതൊന്നും കേൾക്കുന്നില്ലേ? കേട്ടിട്ടെന്താ, എന്റെ കയ്യിലാണോ കാശിരിക്കുന്നത്? ഇന്നലെ തെക്കേ പറമ്പ് വിറ്റ് 1.5 ലക്ഷം രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിയിട്ടുണ്ട്. എനിക്കൊരു കാഞ്ചീപുരം പട്ടുവാണെന്ന് പറഞ്ഞിട്ട് ഒരു അനക്കവും ഇല്ല. കാഞ്ചീപുരം പട്ട്? നീ കാഞ്ചീപുരം പട്ട് കൊടുത്തോണ്ടാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. ഇനി ഒരു മൈക്ക് കൂടെ വാങ്ങിച്ചു തരാം, നാട് മുഴുവൻ വിളിച്ചു പോവ്. ഇവിടെ 1.5 ലക്ഷം രൂപ ഇരിപ്പുണ്ടെന്ന്. അപ്പൊ ഇവിടെ കാശ് ഇരിപ്പുണ്ടല്ലേ? ആ ഉണ്ട്. എനിക്ക് 50,000 രൂപ ഉടനെ കിട്ടിയേ പറ്റൂ. ഇപ്പൊ സൗകര്യപ്പെടില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? എനിക്ക് ജീവിക്കണ്ടേ? നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവടം. ഇനി ഈ വീട്ടിൽ നിന്ന് ഒരു ചില്ലി കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല. നീ വേണമെങ്കിൽ പോയി മോഷ്ടിച്ചോ, ഞാൻ കേസ് പറഞ്ഞോളാം. അഡ്വക്കേറ്റ് ശങ്കുപിള്ളയ്ക്ക് കേസ് പറയാനേ സ്റ്റാമ്പിന്റെ ചെലവേ ഉള്ളൂ. അപ്പൊ എനിക്ക് കാശ് തരൂല അല്ലേ? നിനക്ക് എന്തിനാടാ ഈ ബിസിനസ്? 3 നേരം ആഹാരം കഴിച്ച് കിടന്നാ പോരെ? അതിനെ വേറെ ആളെ നോക്കണം. ഇന്നു മുതൽ ഈ വീടും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാതൊരു ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ, കാശ് എന്നുള്ള ബന്ധമൊന്നും വേണ്ട. ഗുഡ് ബൈ. ഗുഡ് ബൈ. എടാ, നിന്റെ അച്ഛൻ വക്കീൽ പണി നിർത്തിന്ന് കേട്ടല്ലോ, നേരാണോ? നേരെ. ഇപ്പൊ ലീഗൽ അഡ്വൈസറാ. ആരുടെ? പുത്തംപുരയിൽ രാമുണ്ണി മേനോന്ന് കേട്ടിട്ടുണ്ടോ? കൊള്ളാം, കേട്ടിട്ടുണ്ടോന്ന്. ഈ സിറ്റിയിലുള്ള പകുതിയിലധികവും ഫാക്ടറികൾ അവരുടെ ഇല്ലയോ? രേവതി ടൈൽസ്, രേവതി ബിസ്ക്കറ്റ്സ്, രേവതി ഫൈനാൻസേഴ്സ്, കുറെ രേവതികളുണ്ട്. ആരാ രേവതി? മേനോൻ ഒരു മോനും മോളും ഉള്ളതായിട്ടറിയാം. 2 പേരും പുറത്താ പഠിക്കുന്നേ. ഈ രേവതി മോളായിരിക്കണം. സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാവുന്നുണ്ടായിരുന്നു. അല്ല, തേങ്ങ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ല. തേങ്ങ പോകുന്ന പിള്ളയുടെ കയ്യിൽ നിന്ന് ഒരു തേങ്ങ വാങ്ങിക്കാനുള്ള കാശ് എന്റെ ഉണ്ടോ? മോളെ കെട്ടാൻ നടക്കുന്നു. ചെല്ലേ, ഇപ്പൊ കിട്ടും. അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന്. മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാവുണ്ണിമേനോന്റെ മോനാന്ന. അതുകൊണ്ടല്ലേ അവള് വളഞ്ഞൊടിഞ്ഞു പോകുന്നത്. പരമദ്രോഹി. കല്യാണം കഴിഞ്ഞ് അവൾ അറിഞ്ഞു പോയാൽ? അറിഞ്ഞു പോയാലല്ല, അറിയും. അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും. പിന്നെ ഒരല്പം ഇടിയും തൊഴിയും ഒക്കെ നടക്കും. അതുപോട്ടെ, എന്റെ കാര്യത്തിലൂടെ നീ ഒരു വഴി പറഞ്ഞ. നീ വീട്ടിൽ കാശ് ചോദിച്ചോ? ചോദിച്ചു. സാമം ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കി. കേളവൻ ഒരു അനക്കമില്ല. അല്ല, നീ ഇപ്പൊ എന്തോ ചെയ്യണമെന്ന മൂപ്പിൽസ് പറയുന്നത്? മോഷ്ടിക്കാൻ. കൊള്ളാം, നീ അത് ചെയ്താ മതി. ഈ കാലത്ത് അന്തസ്സുള്ള ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട. പിന്നെ ഈ രാമുണ്ണി മേനോൻ ഈ നഗരത്തിൽ ഒരു വീടുള്ളതായിട്ട് അറിയാമോ? പോസ്റ്റ് ഓഫീസിനടുത്താ. അവിടെ ആരുണ്ട്? അവിടെ ആരുമില്ല, വീട് നോക്കുന്നൊരുത്തം മാത്രം. വൃദ്ധ ദമ്പതികളെ വധിച്ചത് ധനമോഹത്താൽ, വേലക്കാരൻ അറസ്റ്റിൽ. കേട്ടോടി, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, ഇവിടുത്തെ ജോലികളെല്ലാം നീ തന്നെ എടുത്താൽ മതി, വേലക്കാരനെ വേലക്കാരത്തെ നിർത്തണ്ടെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? എന്റെ പിച്ചിക്കാന്നല്ലേ? ഇപ്പൊ കണ്ടോ, പിടിച്ചു നിർത്തിക്കോ 2 എണ്ണത്തിന്. കാലത്തെ എഴുതിച്ചു നോക്കുമ്പോ തല കാണില്ല. അല്ലെങ്കിലും തലയുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. അല്ല, തല പോണെങ്കിൽ പോട്ടെ, അത് പോല്ല. നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച കാശ് പോയാലോ? മോൻ വന്നു. ഇറങ്ങിപ്പോങ്ങിന്റെ സ്പീഡ് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ജമ്മ ഇങ്ങോട്ടില്ലാന്ന്. ഇപ്പോഴത്തെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണാവോ? പണം വേണമായിരിക്കും അല്ലേ? തരില്ല. എനിക്ക് വേണ്ടായേ, കാശ് കിട്ടി. ഞാനൊരു ബിസിനസ് തുടങ്ങി. എന്ത് ബിസിനസ്സാ മോനെ? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ക്രോക്കറീസ്, റെക്കോർഡ്സ് എല്ലാം ചേർത്ത് ഒരു വലിയ ഷോറൂം. അപ്പൊ കാശ് കുറെ ആയിക്കാണല്ലോ. കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപയായി. കുറച്ച് ബാങ്ക് ലോണിനുള്ള വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് എവിടെ നടാ 1.5 ലക്ഷം രൂപ? അച്ഛൻ പറഞ്ഞെന്ന വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചു തന്നതിന് നന്ദി പറയാൻ വേണ്ടി വന്ന. ഇപ്പം ഞാൻ കാണിച്ച വഴിയോ? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ, മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേന്റെ അടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേന്റെ അടിയിൽ തന്നെ താക്കോല് വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്തു കാണും. അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടെന്നാ മോനെ നീ മോട്ടിച്ചത്? ഇവിടുന്ന് തന്നെ. ആ തെക്കേ പറമ്പ് വിറ്റ 1.5 ലക്ഷം രൂപ സേഫ് വെച്ച് പൂട്ടിയിരുന്നില്ലേ, അത് സ്വന്തം തന്തയുടെ തലയിൽ തന്നെ ചവിട്ടിയിലോട്ടാ സാമദ്രോഹി. മര്യാദയ്ക്ക് ചോദിച്ചപ്പോ തരത്തില്ല. പോയി മോഷ്ടിക്കാൻ പറഞ്ഞു. അച്ഛൻ അറിയാലോ, അച്ഛൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിക്കുന്ന മോനെ ഈ ഗോപാലകൃഷ്ണൻ. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിലാക്കും. പോലീസിനെ വേഗം വിളിച്ചാട്ടെ. കണക്കില്ലാതെ ഇൻകം ടാക്സ് വെട്ടിച്ച കാശല്ലേ ഇത്. പോലീസ് കേട്ടെ ഞാൻ പറയും. ഇനി എവിടെല്ലാം എത്രയെല്ലാം കാശ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിന്റെ ലിസ്റ്റ് എന്റെ ഉണ്ട്. എന്നിട്ട് നമുക്ക് 2 കൂടെ ഒരുമിച്ച് ജയിലിപ്പാം. എടി കല്യാണി, എടി സത്യം പറഞ്ഞോ, ഇവൻ ആരുടെ മോനാ? എന്റെ മോൻ തന്നെയാണോ? ഇപ്പഴാ എനിക്ക് തീർച്ചയായത് ഇവൻ നിങ്ങളുടെ മോൻ തന്നെയാണെന്ന്. ഇല്ലെങ്കിൽ ഇത്രയും കുരുത്തക്കെടാൻ ചെയ്യത്തില്ല. എന്റെ മാട്ടേക്കാട്ടമ്മേ,
ഈ ബുദ്ധി തോന്നിച്ച നേരത്തിന് ചന്തയിൽ പോയി ഒരു കോഴിമുട്ട വാങ്ങിച്ച് വിരിയാൻ വച്ചിരുന്നെങ്കിൽ ആ മുട്ട വിരിഞ്ഞു കോഴിയായി, അത് പിന്നെയും മുട്ടയിട്ട് അതും വിരിഞ്ഞു കോഴികളായി, അങ്ങനെ വിരിയുന്ന കോഴികളെല്ലാം മുട്ടയിടാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം കാശ് സമ്പാദിച്ചാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ടാച്ചാ, ഈ ആദ്യത്തെ മുട്ട വിരിയുന്നത് പൂവൻ കോഴിയാണെങ്കിലോ തെണ്ടിയോ? ആഹാ, അതാണല്ലോ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ 1.5 ലക്ഷം രൂപ എന്റെ സേഫിനകത്ത് ഇരിക്കുമായിരുന്നല്ലോ. എന്റെ പൊന്നു മോനല്ലേ, എന്റെ പൊന്നു ഗോപാലകൃഷ്ണ, അച്ഛന്റെ കാശ് കൊണ്ട് മടക്കിത്താ. നിന്റെ ഈ പ്രായത്തിന് നിനക്കൊരു 100 രൂപയുടെ ബിസിനസ് ചെയ്താൽ പോരെ മോനെ. ഇപ്പോഴേ സൗകര്യമില്ല. തീർച്ചയാണോ? തീർച്ചയായും ഭയരപ്പാളി എറണാ മണിക്ക് കൊടുത്തു പോകാൻ തന്നെ വന്നത്. പിന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഗുഡ് ബൈ. ആ അങ്ങനെ തന്നെ. ആ എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ. അല്ലേ, ഇതാരാ? ഇരിക്കൂ, ശരി. ഈ റെക്കോർഡ് പ്ലെയറിന്റെ കാര്യത്തിനല്ലേ കൊടുത്തയക്കാം ഉടനെ. അതല്ല, ഞാൻ ജോലി അന്വേഷിച്ചു വന്നതാണ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകൾക്ക് ജോലിയോ? സാറിന് തെറ്റിപ്പോയി. ഇല്ല, ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? ഞാൻ വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. സീ ഉള്ളി, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരിൽ എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഞാൻ ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? See, you can be on your seat from today. താങ്ക് യു. It's my pleasure. അതെ, നമ്മുടെ പേരും നാളൊക്കെ ഒന്നാണേ. അതുകൊണ്ട് പറയാ, തെറ്റിദ്ധരിക്കരുത്. ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചേരണേ. രാമുണ്ണി മേനോന്റെ ഏക മോള, അടിച്ചാൽ ലോട്ടറിയാ. ഹോട്ടൽ പങ്കജിലേക്കുള്ള ഓർഡറാണ് 50 ടീ സെറ്റ്സിന്. ആ, ഈ ഫയല് വെച്ചേക്കൂ, നാളെ നോക്കാം. അയ്യോ, മണി 5 നോക്കുക. രേവതി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അധികം ദൂരമൊന്നുമില്ലല്ലോ. അയ്യോ, അത് പറ്റില്ല. ഒന്നാമത് രേവതിക്ക് ഇവിടെ ജോലി എന്ന് തന്നെ തെറ്റാണ്. പിന്നെ നടന്നു പോകാൻ അനുവദിക്കുന്ന അതിലും വലിയ തെറ്റാണ്. Come on, I'll drop you. No, no, come. Okay, see you. See you. Bye. 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 Bye bye. 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 പറ്റുള്ളൂ. രേവതി പോയിട്ട് ഞാൻ പോകുന്നുള്ളൂ. അതെന്താ? അത്രയും നേരം കൂടെ കണ്ടോണ്ടിരിക്കാമല്ലോ. Bye. Bye. Bye.
ഹലോ രേവതി, ഒറ്റയ്ക്ക് ഇവിടെ? ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞു. ടിക്കറ്റ് എടുത്തു വെച്ച് നിൽക്കുക. ആർട്ട് ഫിലിം ആണെന്ന് തോന്നുന്നു. ആരെയും കാണാനില്ല. ഷോ തുടങ്ങാറായി. അല്ല ഞാൻ വരൂ, come on. വരൂ പ്ലീസ്. ഹലോ, പടം ദേ അവിടാണ്, ഇവിടെ അല്ല. അറിയാം, പെണ്ണുങ്ങടെ മേത്തോടായിരുന്നു ഇവിടെ. ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് എനിക്കറിയാം. ഇതെന്റെ സഹോദരിയാണ്. ഓ, അങ്ങനെയാണെങ്കിലേ ഇത് എന്റെ ഭാര്യയാണ്. അയ്യാ, കണ്ടാലും തോന്നും. ഒരു കുരങ്ങനെ കൂടെ കൊണ്ടുവരുന്നത്, ബാക്കിയെല്ലാം കയ്യിലുണ്ടല്ലോ. തറ ടിക്കറ്റ് പാർട്ടിയൊക്കെ ബാൽക്കണി കയറിയെന്ന് എങ്ങനെ തോന്നും? തന്റെ ഉപദേശം എനിക്ക് വേണ്ട. അല്ല, ഉപദേശിച്ചാ താൻ എന്താ ചെയ്യും? പോയി താഴെ എങ്ങനെ ഇരടാ. പിന്നെ അയ്യാ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കൂലേ? താൻ പോവാ. കെട്ടി ഇറങ്ങി പോടാന്നാ. വെളി ഇറങ്ങട്ടേട്ടാ, കാണിച്ചു തരാം. തനിച്ചിരുന്ന് കണ്ടോ. വേണ്ട, അവിടെ ഇരുന്ന് മുഴിക്കാൻ കണ്ടിട്ട് പോയാൽ മതി.